2025 ആനവര ഗുരുവായൂര് മാതൃഭൂമി നടത്തുന്ന അടിപൊളി മാതൃഭൂമി ദേവസ്വം കൂടി ഇപ്രാവശ്യം 12,000 കുട്ടികൾ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഇത് വരയ്ക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ആനനെ വരയ്ക്കാൻ തന്നെ നിസ്സാരമായിട്ട് ബി.ആർ. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗുരുവായൂര് ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ ആനവര എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. ഗുരുവായൂർ ദേവസ്വവും മാതൃഭൂമിയും ചേർന്നൊരുക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അങ്ങനെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ആനവര ഒറ്റ ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല ജില്ലകളിൽ നിന്നുള്ള സ്കൂളിലുള്ള കുട്ടികൾ LKG മുതൽ +1 വരെയുള്ള കുട്ടികളെല്ലാവരും വന്നിട്ടുള്ള അവരുടെ ആശയത്തിൽ വരുന്ന അവരുടെ ചിന്തയിൽ എന്തോണം ആനയുടെ രൂപം ആ ആനേനെ വരയ്ക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ ഗുരുവായൂർ ദേവസ്വം മാതൃയോടും കൂടി ഒത്തിണങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണത്. നല്ല രസകരമായിട്ടുള്ളതാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കുട്ടികളും ഉണ്ടാവും. എപ്രാവശ്യം പോലെ തന്നെ ഇത് 3ാമത്തെ വർഷവും കൂടിയാണ്. എന്തായാലും അതിമനോഹരമായിട്ടാവും അത് നടക്കുക. ഇപ്രാവശ്യം ഞാനും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ ആനവര എന്നുള്ള പ്രോഗ്രാം. ഇപ്രാവശ്യം ആനവരയുടെ പ്രോഗ്രാം ഉണ്ട്. അതിലേക്ക് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അടിപൊളിയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് പരിപാടി. ശ്രീകൃഷ്ണ ഓഡിറ്റോറിയം. പിന്നെ മാത്രമല്ല ഇപ്രാവശ്യം 12,000 കുട്ടികൾ ഉണ്ടെന്നാണ് അറിഞ്ഞത്. 2,000 കുട്ടികളോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ 9:30 വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാന്നും എന്നൊരു പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളും വീഡിയോസുകളും നമുക്ക് പോയി കാണാം. ഓക്കെ. ലോക ഗജദിന ആഘോഷമാണെന്ന്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ആനവര നടക്കുന്നുണ്ട്. അപ്പോൾ ആനവര എന്ന് പറഞ്ഞാൽ ഒത്തിരി കുട്ടികളോടുകൂടി ആനവര നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഓരോ കുട്ടികളും അത് ഹയർ സെക്കൻഡറി, LKG, UKG, വലിയ സ്കൂൾ, 10ാം ക്ലാസ്, ഹൈസ്കൂൾ, അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ഓരോ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് ആനവരയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുട്ടികളെന്നല്ലേ പങ്കിട്ട് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് എന്തോരം കുട്ടികളെന്നറിയോ ആനവരയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അത് മാതൃഭൂമിയും അതുപോലെ ദേവസ്വം കൂടിയിട്ട് നടത്തുന്നൊരു പരിപാടിയാണ് കേട്ടോ. അതായത് സംഭവമാണ്. അത് നമ്മുടെ കേരളത്തിലുള്ള ഏത് സ്ഥലത്ത് എവിടത്തെ സ്കൂളിൽ പഠിക്കുന്ന ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ആനവരയിൽ പങ്കെടുക്കാം കേട്ടോ. അതിന് പ്രത്യേകം രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഓൺലൈൻ വഴിയാണ് വിടുന്നത്. ആനവരയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അത് കൂട്ടത്തിൽ നമ്മുടെ നിരഞ്ജനും ഉണ്ട് കേട്ടോ. അവൻ 10ാം ക്ലാസ്സാണ്. അപ്പോൾ അവനും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആളുടെ അടുത്തേക്ക് പോയേക്കാം. അറ്റത്താണ് ഇരിക്കുന്ന ആള്. അപ്പോൾ ആനവരയ്ക്ക് നിരഞ്ജൻ ഉണ്ട്. നിരഞ്ജൻ എത്രാമത്തെ പ്രാവശ്യം? രണ്ടാമത്തെ. എങ്ങനെ? നല്ല തിരക്കാ ഇവിടെ. UP ആണ്. HS ആയിട്ട് ഞാൻ ഇരിക്കണം ഇവിടെ. ഫുള്ളല്ല ആൾക്കാർ. ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ആനവരയ്ക്ക് വേണ്ടിയിട്ട്. ഗജദിന ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ ഏരിയകളിൽ നിന്നുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് LKG മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് മറ്റേ 10ാം ക്ലാസ്, അതുപോലെ +1, +2 അങ്ങനെയുള്ള എല്ലാവിധ കുട്ടികളും ഇതിൽ മെയിനായിട്ട് പങ്കെടുക്കും. ഇതിലിപ്പോൾ നമ്മൾ എണ്ണുവാണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഒരു 1000-1500 കുട്ടികളിൽ മിനിമം കാണാതിരിക്കില്ല അതിൽ. കാരണം ഇതൊരു ആഘോഷം തന്നെയാണത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വര അറിയാനും വരയെക്കുറിച്ച് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളെ മൊത്തം നമ്മൾ കണ്ടത്. അതുകൂടാതെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലും കുട്ടികൾ ഇരിക്കുന്നുണ്ടോ, എന്തോരം കുട്ടികളെന്ന് നോക്കി. അപ്പോൾ അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തിട്ട് എത്തിയ കുട്ടികളാണ് ഇതെല്ലാവരും. ഇതൊക്കെ പലവിധം സ്കൂളിൽ നിന്ന് എത്തിയിട്ടുള്ള കുട്ടികളുണ്ടാവും. മോനെ ഏത് സ്കൂൾ? കുന്നോളം ബോയ്സ്. മോനോ? കാട്ടുകുളം.
അപ്പൊ അങ്ങനെ പലവിധ സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഈ ആനവരയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ. അപ്പൊ നമ്മുടെ ആനവരയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മുടെ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ തന്ത്രിയാണ് അദ്ദേഹം എത്തിയിട്ടുണ്ട് ഇവിടെ. കുട്ടികൾ കേട്ടോ 3 വർഷമായിട്ടാണ് ഈ ആനവര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് കുട്ടികളുണ്ടായിരുന്നില്ല. ഇപ്പോൾ മൂന്ന് വർഷമായപ്പോഴേക്കും അത്യാവശ്യം നല്ലോണം കുട്ടികളുണ്ട്. ഒക്കെ ഈ എന്താ പറയുക, പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നവരെല്ലാം കേട്ടോ. പെൻസിൽ കൊണ്ട് വരച്ച് എന്നിട്ടാണ് കളറിങ്, ഓയിൽ പെയിൻറ്റിങ്, പല ടൈപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമായിട്ടാണ് കുട്ടികൾ വരയ്ക്കുന്നത്, സ്റ്റൈലായിട്ട് വരയ്ക്കുന്നില്ല കുട്ടികൾ. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട് പിള്ളേരെല്ലാം. LKG മുതൽ +2 വരെയുള്ള പിള്ളേർ എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മുടെ നിരഞ്ജനും ആനയെ വരയ്ക്കാൻ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചല്ല, വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അതിൽ ആന വരയ്ക്ക് വേണ്ടി എത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ ആനവര ഒരു സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. അത് സൂപ്പറായിരുന്നു. എത്ര കുട്ടികളല്ലേ ഇതുപോലെ ആനവരയ്ക്ക് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. 3 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്താണെങ്കിലും 3ാമത്തെ വർഷം ആകുമ്പോഴേക്കും എന്തോരം കുട്ടികളെ വന്നിട്ട് അടിപൊളി. ഇവരെല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ്. ഇവരൊക്കെ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ആനകൾ വെച്ച്. പിന്നെ ഇവിടെ ബൽറാം ഗുരുവായൂരിൻ്റെ ദേവസ്വം ആനേനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടാറുണ്ട്. കുറച്ചുകൂടെ കുട്ടികളെ കാണാൻ വേണ്ടി. ആനവരയ്ക്ക് ആനേനെ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും വരയ്ക്കാൻ പാടില്ല, ആനേനെ മാത്രം. നല്ല രസമായിട്ട് വരുന്നുണ്ട്. വരയ്ക്കണമെങ്കിൽ എന്താ ഇങ്ങനെ കടലാസ് പെൻസിൽ കൊണ്ട് ആദ്യം വരച്ച് പിന്നെ പെയിൻ്റൊക്കെ ചെയ്ത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചുള്ള ആനകളാണ് ഉണ്ടാക്കുന്നത്. വ്യത്യസ്തമായിട്ട് ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആന വരച്ച് സൂപ്പറാക്കുന്ന കുട്ടികളെല്ലാവരും. ഇവരെ കുറച്ച് കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയും കുട്ടികൾ കുറച്ച് വരയ്ക്കുന്നുണ്ട്. ഇവരുണ്ട് ഈ സ്റ്റേജിൻ്റെ നമ്മുടെ മറ്റേ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ കുട്ടികൾ ഇഷ്ടം പോലെ പോകാം. അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ സൈഡിലുണ്ട് നമ്മുടെ നിരഞ്ജൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കൊള്ളാം. പെയിൻറ്റിങ് എടുത്തില്ലേ? എടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഒരു കൊച്ചുകുട്ടി വരയ്ക്കുന്ന എന്ത് രസമായിട്ട് വരയ്ക്കുന്നത്, അടിപൊളി. അപ്പോൾ ഇവിടെ ഓരോ കുട്ടികളും വ്യത്യസ്തമായിട്ടുള്ള ആനകളെ കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ പെൻസിൽ പെയിൻ്റാണ്, അതുപോലെ തന്നെ ഓയിൽ പെയിൻ്റാണ്. നല്ലത് ഓയിൽ പെയിൻറ്റിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്കെച്ചിൽ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ പെൻസിലോട് ചെയ്യുന്നത് ഓയിൽ പെയിൻ്റാണ്. അടിപൊളിയായിട്ട് ഓരോരുത്തർ ഓരോ വ്യത്യസ്തമായിട്ടാണ് പിടിക്കുന്നത്. അടിപൊളിയായിട്ടാണ് ആനക്കുട്ടീനെ വരയ്ക്കുന്നത്. ഇത് ഓയിൽ പെയിൻറ്റിൽ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഓരോ കുട്ടികളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത കളറിലുള്ള ആനകളാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്, പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അതേപോലെ പച്ച കളറിൽ ആന വരയ്ക്കുന്നുണ്ട്, മഞ്ഞ കളറ്. എല്ലാവരും വ്യത്യസ്തമായിട്ട് ആനകളെ വരച്ചുകൊണ്ടിരിക്കാനാണ്. പല ടൈപ്പിലുള്ള ആനകൾ, നാട്ടിലുള്ള ആനകൾ ഓരോരുത്തരും ഓരോ വ്യത്യസ്ത രീതിയിലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പറായിട്ട് വരയ്ക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ ഇവർക്ക് ആനവരയ്ക്ക് ചേർന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ കൂടെ സമ്മാനം. ഇവിടെയൊക്കെ സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ, സ്റ്റാർട്ടായി. ഇതൊക്കെ സ്റ്റാർട്ടാകുന്നുണ്ട്. എന്ത് രസത്തിലറിയും പിള്ളേരൊക്കെ വരയ്ക്കുന്നത്. അവരുടെ കൊച്ചു വരയ്ക്കുന്നുണ്ട്, ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ LKG കുട്ടികളാണ്. ഓയിൽ പെയിൻറ്റ്
പലതരം പെയിന്റിലാണ്. നമ്മുടെ നിരു ഇവിടെ ആനയെ വരയ്ക്കൽ തുടങ്ങി. വരയ്ക്കൽ തുടങ്ങി. എന്താ ഈ പെയിന്റിംഗ് ഒന്നും ആയിട്ടില്ലല്ലോ? ഏ കിറ്റ് കിട്ടിയ കാർഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ് നിരൂടെ ആനയ്ക്ക് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ ആശയത്തിലുള്ള ആനകളായിട്ടാ ഓരോ കുട്ടികളും വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓയിൽ പെയിന്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെയാണ് സ്കെച്ച് കൊണ്ട് വരയ്ക്കുന്നവരുണ്ട്. ഇവര് വ്യത്യസ്തമായിട്ട് ആനകളെ വരച്ച വ്യത്യസ്ത കളറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒരു കിറ്റ്, അങ്ങനെ കിറ്റ് അതാ കണ്ടോ, കൊണ്ടുപോകണമല്ലോ, സഞ്ചിയിലാക്കി കൊണ്ടുപോകണം. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഈ ആനവരയ്ക്ക് ചേർന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും കിട്ടും, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കിറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എത്ര വലുതായാലും ഞാനിവിടെ ഗുരുവായൂർ ആനവര എന്നുള്ള ഒരു പ്രോഗ്രാം പങ്കെടുത്തു എന്ന് അവർക്ക് അറിയാനും മറ്റുള്ളവരെ അറിയിക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അതെന്തായാലും അടിപൊളിയാണ്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയൊന്നുമില്ല, പങ്കെടുത്തവർക്ക് എല്ലാവർക്കും സമ്മാനം. അങ്ങനെ ഇതാണ്. ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കിറ്റുകളാണ്. ഓരോ കുട്ടികൾക്കും ഓരോ കിറ്റ് വെച്ചു കൊടുക്കുക. അവിടെ ഉണ്ട്. ഈ ആനവരയാണത്. അപ്പോൾ ഈ ആനവരയുടെ ഭാഗമായിക്കൊണ്ട് ഇവരെല്ലാവരും ചിത്രകലാകാരന്മാരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈവായിട്ട് ആനേനെ വരയ്ക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇവരൊക്കെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുമാരാണ് ഇവർ. അപ്പോൾ ഇവർ വരയ്ക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൊരു ഇതാവും ചെയ്യും, പ്രോത്സാഹനമാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇവരിത് വരയ്ക്കുന്നത്. ഓയിൽ പെയിൻറ്റിലാണ് ഫുൾ വരയ്ക്കുന്നത്. ഓരോരുത്തരുടെയും ആശയത്തിനനുസരിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ആനകളാണ് ഇവരും വരച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞു ആനേനെ വരയ്ക്കുന്നുണ്ട്, ആനക്കുട്ടി. ഇവരൊക്കെ തന്നെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാം. അപ്പോൾ ഇവരെക്കുറിച്ച് നമുക്കൊന്നും വേറെ പറയാനില്ല. ഇവരൊക്കെ അടിപൊളിയായിട്ട് വരയ്ക്കുന്ന അടിപൊളി ആൾക്കാരാണ് ഇവരൊക്കെ. 2025 ആനവര മാതൃഭൂമി നടത്തുന്ന അടിപൊളി മാതൃഭൂമി ദേവസ്വം കൂടിയിട്ട് മാതൃഭൂമി പുതിയ ദിവസം നടത്തുന്ന അടിപൊളി പരിപാടിയായിരുന്നു ആനവര. കുറെ 2000-ലധികം കുട്ടികളുണ്ടായിരുന്നു. ആനവര ജില്ലകളിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. പടമല എന്ന് പറയുമ്പോൾ ആനയെ കുറിച്ചുള്ള മെയിൻ ടോപ്പിക് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കാടൊക്കെ വന്നിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു കാടൊക്കെ ഉണ്ടാവും. പിന്നെ HS, UP, HSS അങ്ങനെയൊക്കെ പറഞ്ഞ വിഭാഗപരമായിട്ടുള്ള സംഭവത്തിലാണ് പേപ്പറും കാരണൊക്കെ കൊടുക്കുക. ചെറിയ UP സെക്ഷനാണ് ചെറിയത്, HS വലുത്, ഹൈസ്കൂളിന് വലുത്, അങ്ങനെയല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ആനവരെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഒരു കിറ്റും അതുപോലെ ഒരു ആനവരുടെ ഒരു ഇതുണ്ട്, സർട്ടിഫിക്കറ്റും ഉണ്ട്. അത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതില് സർട്ടിഫിക്കറ്റ്. പിന്നെ ഈ മറ്റേ കിറ്റ് ഉണ്ട്. കിറ്റിൽ എന്തൊക്കെ നോക്കാം നമുക്ക്. കിറ്റിൽ കിട്ടിയിരിക്കുന്നത് ഒരു കോട്ടക്കലിന്റെ ഒരു പേസ്റ്റ് ഉണ്ട്. കോട്ടക്കൽ ആയുർവേദ പേസ്റ്റ്. പിന്നെ 2025 25-26 പഞ്ചാംഗം, ഒരു പഞ്ചാംഗം ഇങ്ങനെയുണ്ട്. ഇത് രണ്ടും ഇത് മൂന്നാണ് കുട്ടികൾ കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ മറ്റേ എന്താ പറയുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ ഉണ്ട്. അത് ഈ വരയില് ഇപ്പൊ മറ്റേ 2000 കുട്ടികൾ വരച്ചതിൽ ഏറ്റവും നന്നായി വരച്ച കുട്ടികൾക്കാണ്
ഫസ്റ്റ് സെക്കൻഡും തേർഡും ഒരു പ്രഖ്യാപിക്കുന്നത്. അത് ആഗസ്റ്റ് 27-ാം തീയതിയാണ് ഡിക്ലെയർ ചെയ്തത്. അത് മാതൃഭൂമി പത്രത്തിൽ ഇടുകയും ചെയ്യും. അടിപൊളിയാണ്. അപ്പോൾ ആനവരം എന്തായാലും സൂപ്പറായി. ഇക്കൊല്ലത്തെ അടിപൊളിയായി. അടുത്ത കൊല്ലം ഇതിലും ഗംഭീരം. മൂന്നാമത്തെ കൊല്ലാണ്. മാതൃഭൂമിക്കാര് ഇതെന്താ നല്ലൊരു കാര്യം.